നമസ്കാരം. ഇന്ന് നമ്മൾ ധ്യാന ശ്ലോകത്തിന്റെ മൂന്നാമത്തെ ധ്യാന ശ്ലോകമാണ് നോക്കുന്നത്. നമ്മൾ ആദ്യം ഒന്നും രണ്ടും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് മൂന്നാമത്തെ ധ്യാന ശ്ലോകം നോക്കാം. സകുങ്കുമ വിലേപനാം അളിക ചുംബി കസ്തൂരികാം സമന്ദഹസിദേക്ഷണാം ശശരചാപ പാശാങ്കുശാം അശേഷ ജനമോഹിനീം അരുണമാല്യഭൂഷോജ്വലാം ജപാ കുസുമഭാസുരാം ജപവിധൗ സ്മരേദംബികാം. ഇനി അതിന്റെ അർത്ഥവിനാം നോക്കാം. സകുങ്കുമ വിലേപനാം. സകുങ്കുമ വിലേപനാം, കുങ്കുമം ശരീരത്തിൽ പൂശിയവളെ, അതായത് കുങ്കുമം ചേർന്ന ലേപനം പൂശിയിരിക്കുന്നവളെ, അതാണ് സകുങ്കുമ വിലേപനാം. അളിക ചുംബി കസ്തൂരികാം. അളിക ചുംബി കസ്തൂരികാം. അളിക സ്ഥലത്ത്, അതായത് നെറ്റിത്തടത്തിൽ, ചുംബി എന്ന് വെച്ചാൽ തൊട്ട, കസ്തൂരികാം നെറ്റിത്തടത്തിൽ തൊട്ട കസ്തൂരി, കസ്തൂരി തൊട്ടവളെ, നെറ്റിത്തടത്തിൽ കസ്തൂരി തൊട്ടവളെ, അതാണ് അളിക ചുംബി കസ്തൂരിക. അളികം എന്ന് വെച്ചാൽ അളികസ്ഥലം, നെറ്റിത്തടം എന്ന് നമ്മൾ അഷ്ടമി ചന്ദ്ര വിഭ്രാജത് അളികസ്ഥല ശോഭിത എന്നൊരു വരി നമ്മൾ ലളിതാ സഹസ്രനാമം പഠിക്കുമ്പോൾ വരും. അഷ്ടമി ചന്ദ്ര വിഭ്രാജത് അളികസ്ഥല ശോഭിത, അങ്ങനെ മുറിക്കാതെയും ചൊല്ലാം, അല്ലെങ്കിൽ മുറിച്ചിട്ട് അഷ്ടമി ചന്ദ്ര വിഭ്രാജത് അളികസ്ഥല ശോഭിത, അങ്ങനെയാണ് അളികസ്ഥലം വരുന്നത്. അപ്പൊ അതാണ് ഇവിടെ, അതാണ് വന്നിരിക്കുന്ന അളികസ്ഥലം. അളിക ചുംബി കസ്തൂരിക സമന്ദഹസിത ഈക്ഷണ. സമന്ദഹസിത, സമന്ദഹസിത എന്ന് പറഞ്ഞാല് മന്ദഹാസത്തോടുകൂടി, ഈക്ഷണാം നോക്കുന്നവളെ, സമന്ദഹസിതീക്ഷണ എന്നുള്ളതാണ് സമന്ദഹസിതേക്ഷണാം. സമന്ദഹസിതേക്ഷണാം ശശര ചാപ പാശാങ്കുശാം. ശശര ചാപ പാശാങ്കുശാം. ശര ചാപ പാശ അങ്കുശാം. അമ്മ ധരിച്ചിരിക്കുന്ന 4 കാര്യങ്ങളെയാണ് പറയുന്നത്. ശരം എന്ന് പറഞ്ഞാൽ അമ്പ്. ഈ അമ്പ് എന്ന് പറയുന്നത് നമ്മുടെ പഞ്ചതന്മാത്രകളെയാണ് അമ്പ് എന്ന് പറയുന്നത്. അതായത് ശ്രവണം, സ്പർശം, രൂപം, രസം, ഗന്ധം, ഇങ്ങനെയുള്ള പഞ്ച തന്മാത്രകളെയാണ് അമ്പുകൾ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി ശശര ചാപം എന്ന് പറഞ്ഞാൽ വില്ലുകൾ, അത് കരിമ്പ് വില്ല്, നമ്മുടെ മനസ്സ്, കരിമ്പ് ഇച്ചുപോതുണ്ടാവും, നമ്മൾ ഇനി നാമത്തിൽ വരുമ്പോൾ പഠിക്കും. കരിമ്പ് വില്ല് അതിനെയാണ്. അപ്പൊ അതാണ് അമ്പും വില്ലും, നമ്മുടെ മനസ്സും നമ്മുടെ പഞ്ച തന്മാത്രകളും. ശശര ചാപ പാശ അങ്കുശം. ഇനി പാശ അങ്കുശം എന്തുവാ? അങ്കുശം എന്ന് പറഞ്ഞാൽ ക്രോധാകാര അങ്കുശം, അതിന് നമ്മൾ പഠിക്കും. നമ്മുടെ ക്രോധത്തെയാണ് അങ്കുശം എന്ന് ഉദ്ദേശിക്കുന്നത്. പാശം എന്ന് ഉദ്ദേശിക്കുന്നത്, പാശം ഒരു കയറിനെ പോലെ, അത് കയർ ധരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പാശം. ആ പാശത്തിന്റെ അർത്ഥം കയറെന്നാണ്. നമ്മുടെ രാഗങ്ങൾ, അതായത് നമ്മുടെ കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം, പിന്നെന്താണ് അസൂയ, ഡെമ്പ്, ഇങ്ങനെയൊക്കെ പറയുന്ന അഷ്ടരാഗങ്ങളെയാണ് പാശം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അമ്മ അതിനെല്ലാം അമ്മയിൽ തന്നെ അടക്കി വെച്ചിരിക്കുന്നു. നമ്മളിൽ ഇതെല്ലാം ഉണ്ട്, ഇതെല്ലാം അടങ്ങും നമ്മൾ അമ്മയെ ആശ്രയിക്കുമ്പോൾ. ഇതിനെല്ലാം കാരണവും അമ്മയാണ്, ഇതിനെ അടക്കുന്നതും അമ്മയാണ്. അതാണ് ശശര ചാപ പാശാങ്കുശാം. മനസ്സിലായല്ലോ? ഇനി അശേഷ ജനമോഹിനിയും, എല്ലാ ജനങ്ങളെയും മോഹിപ്പിക്കുന്നവളെ, അല്ലെങ്കിൽ എല്ലാവരിലും മോഹം ജനിപ്പിക്കുന്നവള്, അല്ലെങ്കിൽ എല്ലാവരെയും മോഹിപ്പിക്കുന്നവള്. അശേഷ ജനമോഹിനിയും അരുണമാല്യ ഭൂഷ ഉജ്ജ്വലാം. അരുണമാല്യ ഭൂഷ ഉജ്ജ്വലാം. അരുണമാല്യം എന്ന് പറഞ്ഞാൽ ചുവന്ന പൂക്കള്, അല്ലെങ്കിൽ ചുവന്ന മാല ധരിച്ചവളെ, ചുവന്ന മാല, ആ ആഭരണങ്ങളാൽ ജ്വലിക്കുന്നവൾ, അതാണ് അരുണമാല്യ ഭൂഷോജ്വലാം. ഇനി അടുത്ത വരിയോ ജപാകുസുമ ഭാസുര. ജപാകുസുമ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ചെമ്പരത്തിപ്പൂ. ആ മനോഹരമായ ചെമ്പരത്തിപ്പൂവ്, അതിന്റെ ശോഭയുള്ളവളെ, ചെമ്പരത്തിപ്പൂവിന്റെ ശോഭയുള്ളവളെ. ജപവിധൗ, ഇങ്ങനെയൊക്കെ ജപവിധൗ സ്മരേത് അംബിക. ഞാൻ ജപിക്കുന്ന സമയത്ത് ഈ മാതിരിയുള്ള രൂപങ്ങളിലെല്ലാം ഞാൻ എൻ്റെ അമ്മയെ കാണുന്നു. നമ്മൾ ഈ 4 ധ്യാന ശ്ലോകങ്ങളും ഓരോ ഋഷീശ്വരന്മാർക്ക് അവരുടെ ധ്യാനത്തിൽ തെളിഞ്ഞു കിട്ടിയ രൂപങ്ങളെയാണ് ഈ വർണ്ണിക്കുന്നത്. അപ്പം നമ്മളുടെ ഒരു മനുഷ്യന്റെ എല്ലാ രീതിയിലുള്ള, അല്ലെങ്കിൽ പ്രപഞ്ചവും മനുഷ്യനും ഒന്നാണെന്നും ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ മനുഷ്യരിലുണ്ടെന്നും അതെല്ലാം തന്നെയാണ് അമ്മ എന്നുമാണ്
ആദ്യമേ ധ്യാന ശ്ലോകത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നതും. ഇനി നമ്മൾ എന്തിനാണ് ധ്യാന ശ്ലോകം ചൊല്ലുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ ലളിതാ സഹസ്രനാമം ചൊല്ലാനിരിക്കുമ്പോൾ ധ്യാന ശ്ലോകത്തിലൂടെ ആദ്യമേ തന്നെ നമ്മുടെ മനസ്സിനെ അമ്മയിലേക്ക് ഉറപ്പിക്കുവാൻ വേണ്ടിയാണ്. അമ്മ എന്ന ആ ഒരു പരാശക്തിയുടെ ആ ഒരു സ്ഥാനത്തേക്ക് നമ്മുടെ മനസ്സിനെ ഉയർത്തിക്കൊണ്ട് വരുവാനായിട്ടാണ് നമ്മൾ ഈ ധ്യാന ശ്ലോകം ചൊല്ലുന്നത്. ധ്യാന ശ്ലോകം 4 എണ്ണം ചൊല്ലിക്കഴിയുമ്പോഴത്തേക്കും ലളിതാ സഹസ്രനാമം ചൊല്ലുവാനുള്ള ഒരു മനസ്സിന്റെ പ്രാപ്തി നമ്മൾക്ക് കിട്ടുന്നതാണ്. ഇതാണ് 3ാമത്തെ ധ്യാന ശ്ലോകത്തിന്റെ അർത്ഥം.